അപ്പോൾ നിങ്ങൾക്കറിയാം ഇക്വിലിബ്രിയത്തിൽ എല്ലാവരും പഠിക്കുന്നതാണ് എന്ത് ഇക്വിലിബ്രിയത്തിൽ ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഫർ സൊല്യൂഷന്, കോമൺ അയോൺ ഇഫക്റ്റ്, ലെ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ, KP KC, ഹെറ്ററോജനിക് ഇക്വിലിബ്രിയം, ഹോമോജിനസ് ഇക്വിലിബ്രിയം, ഇതൊക്കെയാണ്. അപ്പം ദ കോൺജുഗേറ്റ് ബേസ് ഓഫ് H2O ഇതും എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. എപ്പോഴും ചോദിക്കാറുണ്ട് കോൺജുഗേറ്റ് ബേസ് ആൻഡ് ആസിഡ്. കോൺജുഗേറ്റ് ബേസ് എങ്ങനെയാണ് കാണുക? ബേസ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? H+ മാറ്റണം. അപ്പോൾ ഒരു H മാറ്റിയാൽ എന്താ ബാക്കി OH എന്നാണ് ഇവിടെ. H മാറ്റിയാൽ ഇവിടെ എന്താണ്? വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത് വെള്ളം എന്ന് പറഞ്ഞാൽ H+ഉം OH- വാട്ടർ എന്ന് പറഞ്ഞാൽ H+ഉം OH- അപ്പം നിങ്ങൾ H+ മാറ്റിയാൽ പിന്നെ ആരാ ബാക്കിയുള്ളത്? OH- ആണ്. സൗണ്ട് കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പം നിങ്ങൾ ഇതിനകത്ത് കോൺജുഗേറ്റ് ബേസ് കാണാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കോൺജുഗേറ്റ് ബേസ്. ഇപ്പം നിങ്ങളോട് H2SO4 സൾഫ്യൂരിക് ആസിഡ് ഇതിൻ്റെ കോൺജുഗേറ്റ് ബേസ് കാണാൻ പറഞ്ഞു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? H2SO4 എന്താക്കുക? H+ എന്നും HSO4 എന്നും ആക്കി മാറ്റുക. അപ്പം H+ ആക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്താണ്? HSO4- ആണ്. അപ്പം ഇതെന്താണ്? H+ അങ്ങ് റിമൂവ് ചെയ്യുക. അപ്പം H+ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? HSO4-. ഇതാണ് അതിൻ്റെ എന്ത്? ഇതിൻ്റെ കോൺജുഗേറ്റ് ബേസ്. അപ്പം കോൺജുഗേറ്റ് ബേസും കോൺജുഗേറ്റ് ആസിഡും ഒക്കെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ അങ്ങനെയാണ്. ഉദാഹരണത്തിന് ഇപ്പം NH3യുടെ കോൺജുഗേറ്റ് ബേസും ആസിഡും ഒക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും? NH3യുടെ ആസിഡ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഇതിലേക്ക് എന്ത് ചെയ്യണം? ഒരു H+ കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? NH3 ഓൾറെഡി ഉണ്ട്, ഒരു H കൂടി വന്നാൽ NH4 വരും, പിന്നെ ഒരു പ്ലസ് വരും. അപ്പം നിങ്ങൾ ആസിഡ് ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം? H+ ആഡ് ചെയ്യുക. ബേസ് ഉണ്ടാക്കാനോ? ബേസ് ഉണ്ടാക്കാൻ H+നെ ഓൾറെഡി അതിൽ NH3 എന്താണ്? NH2- H+ഉം ആക്കി മാറ്റുക. എന്നിട്ട് H+നെ കളഞ്ഞാൽ ബാക്കി എന്താണോ അതാണ് കോൺജുഗേറ്റ് ബേസ്. അപ്പം നിങ്ങൾക്ക് ഏതൊരു സാധനത്തിൻ്റെയും കോൺജുഗേറ്റ് ആസിഡ് ബേസ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ എളുപ്പമാണ്. പൊതുവേ ചോദിക്കാറുള്ളത് വെള്ളത്തിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് ബേസ് ആണ്. അപ്പോൾ വെള്ളത്തിനെ നിങ്ങൾ എന്താക്കുക? H+ഉം OH- ആക്കുക. എന്നിട്ട് H+ അങ്ങ് കളയുക. അപ്പം ഇതാണ് എന്ത്? കോൺജുഗേറ്റ് ബേസ്. ഇനി ഇതിലേക്കൊരു H+ ചേർക്കുക. അപ്പം എന്താകും? അത് ആസിഡ് ആകും. H+ ചേർത്താൽ ആസിഡും H+ വലിച്ചാൽ ബേസുമാണ്. അപ്പം H+ ചേർത്താൽ ആസിഡും H+ വലിച്ചാൽ ബേസുമാണ്. അപ്പോൾ H+ ചേർത്താൽ ഇതെന്താ വരിക? 3 ഹൈഡ്രജനും ഒരു ഓക്സിജനും പിന്നെ ഒരു പ്ലസ് ചാർജ് ഉണ്ടാവും ഈ H+ൻ്റെ. അപ്പോൾ H3O+. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആസിഡ് H2O. ഇനി H2O ബേസ് എങ്ങനെ കിട്ടുക? അപ്പോൾ ആസിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതിലേക്കും എന്ത് ചേർക്കണം? ഒരു H+ ആഡ് ചെയ്യുക. അപ്പോൾ അതെന്തായി മാറും? അതിൻ്റെ ആസിഡായി മാറും. അപ്പോൾ ഇതിപ്പോൾ എന്തായി? 4 ഹൈഡ്രജൻ ആകും, പിന്നെ അവിടുത്തെ ഒരു പ്ലസ് ചാർജും. അപ്പോൾ ഇതാണ് ആസിഡ് ഉണ്ടാക്കുന്ന മെത്തേഡ്. ഇനി ബേസ് എങ്ങനെ ഉണ്ടാക്കുക? ബേസ് ഉണ്ടാക്കാൻ ആ സാധനത്തിൽ എന്ത് ചെയ്യുക? അതിനെ H+ എന്നും ബാക്കി മൈനസ് എന്നും പറഞ്ഞിട്ട് എഴുതുക. അപ്പോൾ ഇതിലൊരു H+നെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക? 3 ഹൈഡ്രജൻ അല്ലേ, അതിലൊരു H മാറ്റി നിർത്തി. അപ്പോൾ ബാക്കി NH2 ആണ് ഉണ്ടാവുക. അതിന് എന്ത് കൊടുക്കണം? മൈനസ് കൊടുക്കണം. കാരണം ഒരു പ്ലസ് വന്നാൽ ന്യൂട്രൽ, എവിടെ ന്യൂട്രലാണല്ലോ. അപ്പോൾ പ്ലസ്സും മൈനസും. അപ്പോൾ ഇതാണ് അതിൻ്റെ കോൺജുഗേറ്റ് ബേസ്. H+നെ മാറ്റി നിർത്തിയാൽ എന്താണ്? അത് കോൺജുഗേറ്റ് ബേസാണ്. അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം നിങ്ങൾ കോൺജുഗേറ്റ് ബേസ് ആക്കാൻ എന്താ ചെയ്യേണ്ടത്? കോൺജുഗേറ്റ് ബേസ് ആക്കാനുള്ള ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആ കോമ്പൗണ്ട് എന്താണോ അതിൽ നിന്ന് എന്ത് ചെയ്യുക? ഒരു H കുറയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? മൈനസ് ഇട്ട് കൊടുക്കുക. ഇതാണ് കോൺജുഗേറ്റ് ബേസ്. കോൺജുഗേറ്റ് ആസിഡ് ആക്കാനോ ഒരു H കൂട്ടുക, പ്ലസ് ഇട്ട് കൊടുക്കുക. NH3 അല്ലേ, ഒരു H കൂട്ടുക, അപ്പോൾ NH4 ആകും, പ്ലസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കോൺജുഗേറ്റ് ആസിഡായി. ഒരു H കുറയ്ക്കുക, മൈനസ് ഇട്ട് കൊടുക്കുക, അപ്പോൾ കോൺജുഗേറ്റ് ബേസായി. ദിസ് ഈസ് ദ സിമ്പിൾ ട്രിക്ക്. ഇനിയിപ്പോൾ നമ്മളോട് ചോദിക്കാൻ അവർ HSO4- ഇതിൻ്റെ കോൺജുഗേറ്റ് ആസിഡും ഉണ്ടാക്കണം,
നമുക്ക് എന്തുണ്ടാക്കണം? ആസിഡും ഉണ്ടാക്കണം, ബേസും ഉണ്ടാക്കണം. ആസിഡ് ഉണ്ടാക്കാൻ ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു H+ കൂട്ടുക, ഒരു പ്ലസ് ഇട്ട് കൊടുക്കുക. ആസിഡ് ഉണ്ടാക്കാൻ എന്താണ്? ഒരു Hഉം ഒരു പ്ലസും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ H ചേർത്താൽ എന്താ വരിക? ഓൾറെഡി HSO4 അല്ലേ. അപ്പോൾ H2SO4 എന്താവും? മൈനസ് എന്നാണ് ഇപ്പോൾ. ഇനി എന്ത് ചെയ്യുക? ഒരു പ്ലസ് കൂടി ചേർത്ത് കൊടുക്കണം നമ്മൾ ആസിഡ് ആക്കാൻ. അപ്പോൾ ഇത് പരസ്പരം എന്താവും? ഇതിനകത്ത് ക്യാൻസലാകും. ഇത് പരസ്പരം എന്താകും? ക്യാൻസലായിട്ട് H2SO4 ആണ് ഇതിൻ്റെ ആസിഡ്. ഇനി ഇതിൻ്റെ കോൺജുഗേറ്റ് ബേസ് ഉണ്ടാക്കാൻ പറഞ്ഞാലോ? ബേസ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു H കുറയ്ക്കുക, മൈനസ് ഇടുക. അപ്പോൾ H കുറച്ചാൽ എന്താ? SO4 മൈനസ് അല്ലേ ഓൾറെഡി. ഒരു H കുറച്ചു, ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, ഒരു H കുറച്ചിട്ട് വീണ്ടും മൈനസ് ഇടണം. അപ്പോൾ SO4 2- ആണ് ഇതിൻ്റെ എന്ത്? കോൺജുഗേറ്റ് ബേസ്. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. ഏതൊരു സാധനത്തിൻ്റെയും ബേസ് ഉണ്ടാക്കാൻ അതിൽ നിന്ന് ഒരു Hനെ മാറ്റിയിട്ട് ഒരു മൈനസ് അധികം കൊടുക്കുക. ഓൾറെഡി ഇത് HSO4- ആണ്. ഇനി ഇതിൻ്റെ ബേസ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഇതിന്നൊരു H കളയുക, എന്നിട്ട് ഒരു മൈനസ് കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ്. അപ്പം നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, H2CO3 ഇതിൻ്റെ ബേസും ആസിഡും ഉണ്ടാക്കാം. ബേസ് ഉണ്ടാക്കാൻ എന്താ ചെയ്യേണ്ടത്? ഒരു H കുറയ്ക്കുക. അപ്പോൾ എന്താ? 2 H ഇല്ലേ, ഒരു H പോയാൽ എന്താവുക? HCO3. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു മൈനസ് ഇടണം. ഇതാണ് കോൺജുഗേറ്റ് ബേസ്. മനസ്സിലായില്ലേ? അപ്പോൾ കോൺജുഗേറ്റ് ബേസ്. അപ്പോൾ ഇത് ഓൾറെഡി ഇതൊരു ആസിഡാണ്, ഇനി വരുന്ന ബേസാണ് ഉണ്ടാക്കുക. ഓക്കെ. അപ്പോൾ H2CO3. ഇനി അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിക്ക് നമുക്ക് അതിനകത്ത് ഇനി അങ്ങോട്ട് വരുമ്പോൾ മനസ്സിലാക്കാം. അപ്പം വെള്ളത്തിൻ്റെ കോൺജുഗേറ്റ് ബേസ് ചോദിച്ചാൽ OH- ആണ്. ഇനി ഇതിനകത്ത് നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, വാട്ട് ആർ ബഫർ സൊല്യൂഷൻസ്? ഗിവൻ എക്സാമ്പിൾ. അപ്പം നിങ്ങൾക്കറിയാം, എ സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ദ ചേഞ്ച് ഇൻ pH ഓൺ ഡൈലൂഷൻ വിത്ത് ദ അഡീഷൻ ഓഫ് എ സ്മാൾ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ആൽക്കലി ആർ കാൾഡ് ബഫർ സൊല്യൂഷൻ. അപ്പം എല്ലാവർക്കും അറിയുന്നതാണ്, ഇക്വമോളാർ മിക്സ്ചർ ഓഫ് അസറ്റിക് ആസിഡ് ആൻഡ് സോഡിയം അസറ്റേറ്റ് അറ്റ് pH ഓഫ് 4.75 ആണ് അതെന്ത് കാണിക്കുന്നത്? അതിൻ്റെ ബഫർ സൊല്യൂഷൻ, ബഫർ ആക്ടിവിറ്റി അതിനകത്ത്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇത് അസിഡിക് ബഫറാണ്. ഇനി ബേസിക് ബഫർ ഉണ്ട്, അമോണിയം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും. അത് 9.25 ഒന്ന് 4.25, ഒന്ന് 9.25. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഈസ് ബഫർ? ബഫർ എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷനാണ്. അതിലേക്ക് എന്ത് ചെയ്യുക? നിങ്ങൾ ഇത്തിരി ആസിഡ് ഒഴിച്ചു എന്ന് വിചാരിച്ചിട്ടോ, ഇത്തിരി ബേസ് ഒഴിച്ചു എന്ന് വിചാരിച്ചിട്ടോ, ഇത്തിരി വെള്ളം ചേർത്തു എന്ന് വിചാരിച്ചിട്ടോ അതിൻ്റെ pH എന്ത് ചെയ്യുന്നില്ല? മാറ്റം വരുന്നില്ല. അത് എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പം അതാണ് എ സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ചേഞ്ച് ഇൻ pH. അതിൻ്റെ pH മാറാൻ അത് സമ്മതിക്കില്ല. ബൈ ദ അഡീഷൻ ഓഫ് എ സ്മാൾ എമൗണ്ട് ഓഫ് ആസിഡ്. അപ്പോൾ കുറഞ്ഞ അളവിൽ ആസിഡ് ചേർത്താലും അല്ലെങ്കിൽ കുറഞ്ഞ അളവിൽ ബേസ് ചേർത്താലും അത് അതിൻ്റെ pH എന്ത് ചെയ്യില്ല? മാറാൻ സമ്മതിക്കില്ല. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബഫർ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം കെമിസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വാട്ട് ആർ ബഫർ സൊല്യൂഷൻസ്. ഇക്വിലിബ്രിയത്തിൽ എന്നല്ല, കെമിസ്ട്രി ബുക്ക് തുറന്നാൽ നിങ്ങൾ പഠിക്കേണ്ടതാണ് വാട്ട് ആർ ബഫർ സൊല്യൂഷൻ. അപ്പോൾ ഒന്നുമില്ല, ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വാശിക്കാരനാണ്. ബഫറിന് എന്താണ്? ബഫറിന് ഭയങ്കര വാശിയാണ്. എന്താണ് ബഫറിൻ്റെ വാശി? ബഫറിൻ്റെ വാശി പറയുന്നത്, ബഫർ പറയുന്നത് എൻ്റെ pH എത്രയാണ്? 4.25. ഇനി നിങ്ങളത് മാറ്റാൻ നോക്കണ്ട, ഞാൻ എതിർക്കും, ഞാൻ സമ്മതിക്കൂല. അപ്പം നിങ്ങൾ കുറച്ച് ആസിഡ് ഒഴിച്ചെന്ന് വിചാരിച്ചിട്ടോ, നിങ്ങൾ കുറച്ച് ബേസ് ഒഴിച്ചെന്ന് വിചാരിച്ചിട്ടോ, നിങ്ങൾ കുറച്ച് ഡൈലൂഷൻ അതായത് വെള്ളം ചേർത്തു എന്ന് വിചാരിച്ചിട്ടോ അതിൻ്റെ pH 4.25 നിന്ന് എന്ത് ചെയ്യുന്നില്ല? അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല. അപ്പം ഇറ്റ് ഈസ് എ സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ചേഞ്ച് ഇൻ pH. ബഫർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ pHൽ എന്തെങ്കിലും ആരെങ്കിലും മാറ്റാൻ ശ്രമിച്ചാൽ അതിനെ അത് എതിർക്കും. ബഫർ എന്താണ്? ബഫറിനൊരു പിടിവാശിയാണ്. ബഫർ അതിൻ്റെ pH നിന്ന് മാറാൻ സമ്മതിക്കില്ല. നിങ്ങൾ അതിലേക്ക് ആസിഡ് കൊണ്ടുപോയി ഒഴിച്ചാൽ ആസിഡ് എന്ന് പറഞ്ഞാൽ pH എന്ത് ചെയ്യും? കുറയും. ആസിഡ്. പക്ഷെ എന്നാലും അതെന്ത് ചെയ്യില്ല. അപ്പം ഒരു എന്താ പറയുക, സ്മാൾ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ആൽക്കലി എന്നുള്ളത്. അപ്പോൾ ബഫർ സൊല്യൂഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ബഫർ സൊല്യൂഷൻ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം 2 ടൈപ്പ് ബഫറുകളുണ്ട്. ഒന്ന് എന്തുണ്ട്? ആസിഡിക് ബഫറുണ്ട്. ആസിഡിക് ബഫർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ pH എന്താണ്? കുറവാണ്, 4.25. ഇനി ബേസിക് ബഫറുണ്ട്. അതിൻ്റെ pH എന്തായിരിക്കും? ബേസ് എന്ന് പറഞ്ഞാൽ pH കൂടുതലാണ്, 7 കൂടും. അപ്പോൾ 9.25 അതിൻ്റെ pH. ആസിഡിക് ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റിക് ആസിഡും സോഡിയം അസറ്റേറ്റുമാണ്.
അസറ്റിക് ആസിഡ് ആൻഡ് സോഡിയം അസറ്റേറ്റ്. അപ്പം ഇത് നിങ്ങൾ അങ്ങോട്ട് പഠിച്ചു വെക്കണം. അസറ്റിക് ബഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബഫർ അസറ്റിക് ആസിഡും സുർക്ക ആൻഡ് സോഡിയം അസറ്റേറ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ അസിഡിക് ബഫർ, അപ്പോൾ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമാണ്. അസിഡിക് ബഫർ എന്ന് പറഞ്ഞാൽ അസറ്റിക് ആസിഡ് ആൻഡ് സോഡിയം അസറ്റേറ്റ്, വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ സുർക്ക, വിനഗിരി. സോഡിയം അസറ്റേറ്റ് എന്ന് പറഞ്ഞാൽ സോഡിയം എന്ന് പറഞ്ഞാൽ ഉപ്പല്ലേ, അപ്പോൾ അതങ്ങ് ഓർത്താൽ മതി. വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് എന്ത് ബഫർ സൊല്യൂഷന്. അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ വിനഗിരി, സോഡിയം എന്ന് പറഞ്ഞാൽ ഉപ്പ് എന്നുള്ള രീതിയിൽ അങ്ങ് ഓർത്താൽ മതി. സോഡിയം ക്ലോറൈഡാണ് ഉപ്പെങ്കിലും. അപ്പോൾ ഓക്കെ, അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളാണ് അസിഡിക് ബഫർ. ഇനി ബേസിക് ബഫർ എന്താണ്? ബേസിക് ബഫർ എന്ന് പറഞ്ഞാൽ അമോണിയം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡുമാണ്. NH4OH ആൻഡ് NH4Cl. അപ്പോൾ ഇത് ഇവിടെ നിന്ന് തന്നെ അങ്ങ് സെറ്റാക്കുക. അസിഡിക് ബഫർ എന്താണ്? ബേസിക് ബഫർ എന്താണ്? എന്താണ് ബഫർ? ബഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? പിടിവാശിക്കാരനാണ്. അതിലേക്ക് ആസിഡ് ഒഴിച്ചെന്ന് വിചാരിച്ചിട്ടോ, അതിലേക്ക് ബേസ് ഒഴിച്ചെന്ന് വിചാരിച്ചിട്ടോ, അതിലേക്ക് വെള്ളം ഒഴിച്ചെന്ന് വിചാരിച്ചിട്ടോ അതിൻ്റെ pH എന്ത് ചെയ്യില്ല, അത് മാറാൻ സമ്മതിക്കില്ല. അപ്പം മലയാളത്തിൽ എഴുതി വെച്ചാലും മതി. ഒരു സൊല്യൂഷനാണ്, അതിൻ്റെ pHൽ മാറ്റം വരുത്താൻ അതെന്ത് ചെയ്യില്ല, സമ്മതിക്കില്ല, അത് എതിർക്കും. അപ്പോൾ 2 ടൈപ്പ് അസിഡിക് ബഫറുകളുണ്ട്. അപ്പോൾ സെറ്റല്ലേ? ലൈക്ക് അടിച്ചേ. നിങ്ങൾ എന്തെങ്കിലും ചെയ്തെന്ന് വിചാരിച്ച് ബഫർ അതിൻ്റെ pH എന്ത് ചെയ്യില്ല, മാറാൻ സമ്മതിക്കില്ല. ബഫർ ഒരു പിടിവാശിക്കാരനാണ്. പുള്ളിക്കാരൻ പിടിച്ച വാശി, പുള്ളിക്കാരൻ പറയുന്നത് ഞാൻ പിടിച്ച മുയലിന് തന്നെയാണ് കൊമ്പെന്നാണ് പറയുന്നത്, 2 കൊമ്പൻ. അപ്പം ഇതിനകത്ത് അങ്ങനെ നിങ്ങൾ അതിനകത്ത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ബഫർ സൊല്യൂഷനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിലെ ഒരു 5 സ്റ്റാർ ക്വസ്റ്റ്യൻ ആണ്. പിന്നീട് അതിനകത്ത് ചോദിക്കുന്നതാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളും ഈ ചാപ്റ്ററിലെ ഒരു 4 സ്റ്റാർ 5 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്നതാണ്. ഓൺ ദ ബേസിസ് ഓഫ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ഹൗ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ക്യാൻ ബി അഡ്ജസ്റ്റഡ് ടു ഇൻക്രീസ് ദ ഈൽഡ് ഓഫ് അമോണിയ ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. അമോണിയ നമുക്ക് കൂടുതൽ ഉണ്ടാക്കണം, എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം. മനസ്സിലായില്ലേ? ടെമ്പറേച്ചറിൽ എന്ത് മാറ്റം വരുത്തണം, അതുപോലെ തന്നെ പ്രഷറിലും എന്ത് മാറ്റം വരുത്തണം. അപ്പം നിങ്ങൾ അമോണിയയുടെ കേസ് നോക്കാം. അമോണിയ എന്ന് പറഞ്ഞാൽ N2+3H2 ആണ്. അപ്പം അമോണിയയുടെ കേസ് ഇങ്ങനെയാണ്. അമോണിയ എന്ന് പറഞ്ഞാൽ നൈട്രജനും 3 ഹൈഡ്രജനും ചേർന്ന് എന്തുണ്ടാകും, 2 അമോണിയ ഉണ്ടാകും. കൂടെ കുറേ ഹീറ്റ് അങ്ങോട്ട് എന്ത് ചെയ്യും, പുറത്തേക്ക് വിടും. മൈനസ് എത്ര ഹീറ്റ് വിടുന്നുണ്ട്? -92.38. ഇത് അമോണിയ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, ഒരുപാട് ചൂട് അത് പുറത്തേക്ക് വിടും. മൈനസ് കാണിക്കുന്നത് അത് റിലീസാക്കുമെന്നാണ്. അപ്പോൾ അവിടെ ഒന്നും പോയി നിൽക്കണ്ട. അമോണിയ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും പോയി നിൽക്കണ്ട, അതിനകത്ത് ചൂടാകും. മനസ്സിലായില്ലേ? അപ്പം ചൂട് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യാണ്, ഹീറ്റ് അതിനകത്ത് വരികയാണ്. മനസ്സിലായില്ലേ? ഇവിടെ എന്താണ്, ഇവിടെയാണ് ഹീറ്റ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഹീറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ ചൂടാക്കിയാൽ എന്താ സംഭവിക്കുക? ലേ ഷാറ്റ്ലിയർ പറയുന്നത് എന്തെങ്കിലും ഇതിപ്പം ഇക്വിലിബ്രിയത്തിൽ ഇങ്ങനെ സമാധാനത്തിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റമാണ്. നിങ്ങൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ചൂട് കൂട്ടാൻ പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ചൂട് കൂട്ടിയാൽ സിസ്റ്റം എന്തിനാ ശ്രമിക്കുക, ചൂട് കുറയ്ക്കാൻ. അപ്പോൾ ചൂട് കുറവുള്ളത് എവിടെയാണ്? ചൂട് കുറവുള്ളത് ഇങ്ങോട്ടേക്കാണ്. ചൂട് ഇവിടെ കൂടുതലാണ്. അപ്പോൾ ചൂട് കുറവുള്ളത് ഇങ്ങോട്ടേക്കാണ്. റിയാക്ഷൻ ബാക്ക്വേർഡിലോട്ട് നടക്കും. ചൂട് കൂട്ടിയാൽ എന്ത് നടക്കും, ബാക്ക്വേർഡിലോട്ട് നടക്കും. അപ്പോൾ ചൂട് കുറച്ചാലോ, ചൂട് കുറച്ചാൽ സിസ്റ്റം എന്തിനാ നോക്കുക, ചൂട് കൂട്ടാൻ. ചൂട് കൂട്ടുന്നത് എവിടെയാണ്, ഇങ്ങോട്ടേക്കാണ്. അപ്പം ഫോർവേഡ് റിയാക്ഷൻ നടക്കും. അപ്പം ഇതാണ് അമോണിയയുടെ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അമോണിയക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വായിക്കുക എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ N2+. അതിനകത്ത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. N2+3H2 gives 2NH3+ΔH എന്നാണ്. കാരണം ചൂട് അപ്പുറത്താണ്. അപ്പം ചൂട് കുറച്ചാൽ എന്താ ചെയ്യുക, ചൂട് കൂട്ടാൻ വേണ്ടിയിട്ട് നടക്കും, റിയാക്ഷൻ ഫോർവേഡിലോട്ട് നടക്കും. ഇനി അപ്പം ചൂട് ഇനി പ്രഷറിൻ്റെ എഫക്റ്റ് നമുക്ക് പറയാം. അതിൻ്റെ മുന്നേ ചൂട് കൂട്ടുന്നതും അവിടെ ചോദിച്ചതിപ്പം ചൂട് കുറയ്ക്കുന്നതാണോ, അത് മാത്രം പറഞ്ഞല്ലോ. അമോണിയ കൂടാൻ എന്ത് ചെയ്യണമെന്നാണ്. അതെ, അമോണിയ കൂടുതൽ ഉണ്ടാകണം. നമുക്ക് എന്ത് ചെയ്യണം, അമോണിയ കൂടുതൽ ഉണ്ടാകണം. അപ്പോൾ അമോണിയ എങ്ങനെയാണ്, നൈട്രജനും 3 ഹൈഡ്രജനും ചേർന്നാണ് എന്ത് 2 അമോണിയ ഉണ്ടാകുന്നത്. അപ്പം ഈ റിയാക്ഷൻ നിങ്ങളുടെ മനസ്സിൽ അക്കം കൊത്തിയ പോലെ ഇരിക്കണം. N2+3H2 give 2NH3. അപ്പം ഇതിനകത്ത് ഇനി എന്താ സംഭവിക്കുന്നത്, പ്ലസ് ഇവിടെയാണ് ചൂട്. അപ്പം അമോണിയ ഉണ്ടാക്കുന്നിടത്ത് പോയി നിൽക്കേണ്ട. അമോണിയ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ ചൂട് എന്ത് ചെയ്യും,
റിലീസാകും. കാരണം അതിൻ്റെ വാല്യൂ മൈനസ് ആണ്. മൈനസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ചൂട് പുറത്തേക്ക് വിടും. ഈ സൈഡിലാണ് ചൂട് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിലെ ചൂട് കൂട്ടാൻ ശ്രമിച്ചാൽ എന്താ സംഭവിക്കുക, സിസ്റ്റം എതിർക്കും. ചൂട് കൂട്ടിയാൽ എന്താ സിസ്റ്റം ശ്രമിക്കുക, ചൂട് കുറയ്ക്കാൻ. അപ്പോൾ ചൂട് കുറഞ്ഞത് ഏത് സൈഡിലാണ്, ഈ സൈഡിലാണ്. അപ്പോൾ ഇങ്ങോട്ട് റിയാക്ഷൻ നടക്കും. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, കൂടുതൽ അമോണിയ ഉണ്ടാകണം. അപ്പോൾ ഇങ്ങോട്ട് നടന്നിട്ട് കാര്യമില്ല. അപ്പം കൂടുതൽ അമോണിയ ഉണ്ടാകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ചൂട് നമ്മൾ എന്ത് ചെയ്യുക, കുറയ്ക്കുക. ചൂട് എന്ത് ചെയ്യുക, കുറയ്ക്കുക. അപ്പോൾ സിസ്റ്റം എന്തിനാ ചെയ്യുക, സിസ്റ്റം ചൂട് കൂട്ടാൻ എങ്ങോട്ടേക്ക് നടക്കണം, ചൂട് കൂട്ടാൻ ഇങ്ങോട്ടേക്ക് നടക്കണ്ടേ. അപ്പോൾ ഇങ്ങോട്ടേക്ക് നടക്കും. നമ്മൾ ചൂട് കുറച്ചാൽ സിസ്റ്റം അതിനെ എതിർക്കും, ചൂട് കൂട്ടാൻ നോക്കും. ചൂട് കൂട്ടാൻ നോക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നടന്നാലല്ലേ അമോണിയ ഉണ്ടാകുമ്പോഴല്ലേ ചൂടുണ്ടാവുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ അമോണിയ കൂടുതൽ ഉണ്ടാകാൻ ഈ സിസ്റ്റത്തെ എന്ത് ചെയ്യുക, ചൊടിപ്പിക്കുക. സിസ്റ്റത്തെ എന്ത് ചെയ്യുക, സിസ്റ്റത്തെ ചൊടിപ്പിക്കുക. സിസ്റ്റത്തെ അങ്ങ് എന്താ പറയുക, സിസ്റ്റത്തിനെ അങ്ങ് ചൊറിയുക. അപ്പോൾ സിസ്റ്റം എന്തിനാണ് ശ്രമിക്കുന്നത്, ചൂട് കൂട്ടാൻ. അപ്പം അമോണിയ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, ചൂട് കൂടും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ചൂട് കുറയ്ക്കാൻ നോക്കുക. അപ്പം സിസ്റ്റം എന്ത് ചെയ്യും, നമ്മൾ കുറയ്ക്കാൻ നോക്കിയാൽ സിസ്റ്റം എന്ത് ചെയ്യും, കൂട്ടാൻ നോക്കും. അപ്പോൾ സിസ്റ്റം കൂട്ടാൻ നോക്കിക്കഴിഞ്ഞാൽ സിസ്റ്റം മുന്നോട്ട്, ഇവിടെയല്ലേ കൂടുന്നത്, ഇങ്ങോട്ട് റിയാക്ഷൻ നടത്തും. അപ്പോൾ കുറേ അമോണിയ ഉണ്ടാവും. അപ്പോൾ ഇതിൽ അമോണിയ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് കുറയ്ക്കുകയാണ് വേണ്ടത്. മനസ്സിലായോ? തൽക്കാലം ഇങ്ങനെ പഠിച്ചു വെക്കുക. ഈ റിയാക്ഷനിൽ അമോണിയ ഉണ്ടാകാൻ എന്ത് ചെയ്യണം, ചൂടങ്ങ് കുറയ്ക്കണം. അത് ബേസിക് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ഒരു ലോജിക്കും നിങ്ങളുടെ തലയിൽ കത്തിയില്ലെങ്കിൽ ഈ റിയാക്ഷനിൽ ചൂടിൻ്റെ എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ചൂട് കുറച്ചാലാണ് അമോണിയ ഉണ്ടാവുക. മനസ്സിലായോ? ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. അമോണിയ ഉണ്ടാകണോ, ചൂടങ്ങ് കുറയ്ക്കണം. മനസ്സിലായില്ലേ? അത് തന്നെ, അത്ര തന്നെ. അപ്പോൾ അതിനകത്ത് ഒരു അപ്പീലും ഇല്ല, വേറെ പിന്നെ ഒന്നും പറയാൻ നിൽക്കണ്ട. മനസ്സിലായില്ലേ? അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, മക്കളെ കൂടുതൽ അമോണിയ ഉണ്ടാക്കണം, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുക, അമോണിയ ഉണ്ടാക്കണമെങ്കിൽ ചൂടങ്ങ് കുറച്ചാൽ മതി. അമോണിയ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ചൂടങ്ങ് കുറച്ചാൽ മതി. അപ്പം സിസ്റ്റം എന്തിനാ ശ്രമിക്കുക, ചൂട് കൂട്ടാൻ. ചൂട് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഈ സൈഡിലേക്ക് റിയാക്ഷൻ നടക്കും. അപ്പം അതങ്ങ് കാണാതെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഓൺ ദ ബേസിസ് ഓഫ് Le Chatelier പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ഹൗ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ക്യാൻ ബി അഡ്ജസ്റ്റഡ് ടു ഇൻക്രീസ് yield ഓഫ് അമോണിയ എന്നാണ്. കൂടുതൽ അമോണിയ ഉണ്ടാകാൻ ടെമ്പറേച്ചറും പ്രഷറും എന്ത് ചെയ്യണം എന്നാണ്. അപ്പം അത് നിങ്ങൾ കാണാതെ അങ്ങ് പഠിച്ചാൽ പോലും ആൻസറാണ്, ടെമ്പറേച്ചർ കുറയ്ക്കുകയാണ് വേണ്ടത്. അമോണിയ നിങ്ങൾ വിചാരിക്കും ചൂട് കൂട്ടിയാൽ അമോണിയ കൂടുതൽ ഉണ്ടാവുമല്ലോ എന്ന്. അങ്ങനെ ഉണ്ടാവില്ല എന്നേ. ചൂട് കൂട്ടിയാൽ അമോണിയയുടെ റിയാക്ഷനിൽ നേരെ തിരിച്ചാണ്. ചൂട് കൂട്ടിയാൽ അമോണിയ ഉണ്ടാവില്ല എന്നേ. ചൂട് കുറയ്ക്കുക വേണ്ടത്. മനസ്സിലായില്ലേ? ഇഫ് ടെമ്പറേച്ചർ ഡിക്രീസസ് റിയാക്ഷൻ ഒക്കേഴ്സ് ഇൻ ഫോർവേഡ് ഡയറക്ഷൻ. റിയാക്ഷൻ മുന്നോട്ടേക്ക് നടക്കും, അവിടെ അടിപൊളിയായിട്ട് അമോണിയ ഉണ്ടാകും. അപ്പം ഈ സംഭവം ഇനി അക്കം കൊത്തിയ പോലെ ആയില്ലേ? അമോണിയയുടെ കേസിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അമോണിയ ചൂടാക്കിയാലല്ല ഉണ്ടാവുക, അമോണിയ ചൂട് കുറച്ചാല ഉണ്ടാവുക. ശരിയായോ? സെറ്റായി. അപ്പം ഇനി നമ്മൾ പ്രഷറിൻ്റെ കാര്യം നോക്കുക. പ്രഷറിൻ്റെ കാര്യം നോക്കാൻ വളരെ എളുപ്പമാണ്. N2+3H2 എന്താണ്, 2NH3 ആണ്. ഇവിടെ എന്താ, ഒരു നൈട്രജൻ. ഇവിടുത്തെ നമ്പർ നോക്കുക, ഒരു നൈട്രജൻ. ഇവിടെയോ 3. അപ്പോൾ 1 3 എത്രയാ, 4 അപ്പോൾ ഇപ്പുറത്ത് 2. അപ്പം നിങ്ങൾ കൂട്ടാൻ ശ്രമിച്ചാൽ എന്താണ് സിസ്റ്റം ശ്രമിക്കുക, കുറയ്ക്കുന്നിടത്തേക്ക് നടക്കാൻ. അപ്പോൾ ഇങ്ങോട്ടേക്ക് നടക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, പ്രഷർ കൂട്ടാൻ ശ്രമിക്കണം. ടെമ്പറേച്ചർ കുറയ്ക്കാനാണ് ശ്രമിച്ചതെങ്കിൽ പ്രഷർ നമ്മൾ എന്താ ചെയ്യേണ്ടത്, കൂട്ടാനാണ് ശ്രമിക്കേണ്ടത്. കാരണം പ്രഷർ ഇവിടെയാണ് കൂടുതൽ. അപ്പം നമ്മൾ വീണ്ടും കൂട്ടിയാൽ സിസ്റ്റത്തിന് എന്താ, അത് ഇഷ്ടപ്പെടില്ല. അല്ലേ ഇവിടെ. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും, പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ ഭാഗത്തേക്ക് റിയാക്ഷൻ, ഇവിടെയാണ് പ്രഷർ കുറഞ്ഞത് മുന്നിലേക്ക്, അപ്പോൾ ഇങ്ങോട്ടേക്ക് റിയാക്ഷൻ നടക്കും. അപ്പം നമ്മൾ പ്രഷർ കൂട്ടിയാൽ മതി. സിസ്റ്റം എന്ത് ചെയ്യും, സിസ്റ്റം എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മുന്നിലേക്ക് നടക്കുമ്പോൾ അവിടെ പ്രഷർ കുറയും. ഇവിടെ 4 ആളുകൾ, ഇവിടെ 2 ആളുകളാണ്. അപ്പോൾ ഇവിടെ പ്രഷർ കുറവാണ്. അപ്പം നമ്മൾ കൂട്ടാൻ നോക്കിയാൽ സിസ്റ്റം കുറയ്ക്കാൻ നോക്കും. കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ മുന്നിലേക്ക് അമോണിയ ഉണ്ടാകുമ്പോഴാണ് പ്രഷർ കുറയുക. അപ്പം ഇവിടെ കൂടുതൽ അമോണിയ ഉണ്ടാകും. അപ്പം നമ്മൾ സിസ്റ്റത്തിന് എന്ത് ചെയ്താൽ മതി, ചൊടിപ്പിച്ചാൽ മതി. അതിനകത്ത് പ്രഷർ കൂട്ടിയാൽ മതി.
അപ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? അപ്പോൾ അമോണിയയുടെ കേസിൽ ലേ ചാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ചോദിച്ചാൽ ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടിയിട്ട് അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. അമോണിയനെ എന്ത് ചെയ്യണം? ചൂടാക്കാൻ പാടില്ല. അമോണിയയിൽ ചൂട് എന്ത് ചെയ്യണം? കുറയ്ക്കണം. എന്നാലോ പ്രഷർ കൂട്ടണം, എന്നാലേ അമോണിയ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടാണ് സംഭവം. ആ സംഭവം നിങ്ങൾക്ക് അങ്ങ് മനസ്സിലാക്കിയാൽ അമോണിയയുടെ കേസ് അങ്ങോട്ട് സെറ്റായി. അപ്പം നിങ്ങളത് ലോജിക്കലി ചിന്തിച്ചാൽ മതി. ഇവിടെ 1ഉം 3ഉമാണ്, ഇവിടെ എന്താണ് 2ആണ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് കൂടുതൽ, ഇവിടെ കുറവാണ്. അപ്പോൾ നമ്മൾ വീണ്ടും കൂട്ടാൻ നോക്കിയാൽ സിസ്റ്റം അത് കുറയ്ക്കാനാണ് നോക്കുക. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ നടക്കും. അപ്പോൾ പ്രഷർ എങ്ങനെയാണ്? പ്രഷറും ടെമ്പറേച്ചറും ലേ ചാറ്റ്ലിയർ പ്രിൻസിപ്പിൾ അമോണിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതങ്ങോട്ട് സെറ്റായില്ലേ? ചൂടാക്കിയാൽ അമോണിയ ഉണ്ടാവില്ല, ചൂട് കുറയ്ക്കുക വേണ്ടത്, എന്നാലോ പ്രഷർ കൂട്ടുക വേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണെങ്കിൽ പ്രഷർ കൂട്ടുക വേണ്ടത്. അപ്പോൾ അതങ്ങ് പഠിച്ചു വെക്കുക. അപ്പം അതിൻ്റെ ലോജിക് സംഭവമാണ്. ഈ പ്രഷർ ഇൻക്രീസസ്, പ്രഷർ കൂട്ടുക വേണ്ടത്, ടെമ്പറേച്ചർ എന്താ ചെയ്യുക? കുറയ്ക്കുക വേണ്ടത്. അപ്പം ഇതാണ്. അപ്പം ബഫർ സൊല്യൂഷൻ എന്താണെന്ന് നിങ്ങൾ നേരത്തെ അതിനകത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. വാട്ട് ആർ ബഫർ സൊല്യൂഷൻസ്, ഗിവ് എൻ എക്സാമ്പിൾ, എന്നിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുക, എന്നിട്ട് സ്വന്തം എഴുതി നോക്കുക, എന്നിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് അങ്ങനെയൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ട്. ഇതിനകത്ത് ഇതും സ്ക്രീൻഷോട്ട് എടുക്കുക. ഓൺ ദ ബേസിസ് ഓഫ് ലേ ചാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ഹൗ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ക്യാൻ ബി അഡ്ജസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട്. ഇനി ആർഗൺ പോലത്തെ എന്തെങ്കിലും ഗ്യാസുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും റിയാക്ഷൻ മിക്സ്ചറിൽ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇല്ല. ഇനേർട്ട് ഗ്യാസസിൻ്റെ അഡിഷനൊന്നും എഫക്റ്റ് ഇല്ല. മനസ്സിലായില്ലേ? അപ്പം ആർഗൺ പോലുള്ള ഗ്യാസുകൾ അതിനകത്ത് ആഡ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് എന്തില്ല? നോ എഫക്റ്റ്. അത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പം ഇതങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഇതെടുത്ത് വെച്ചെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ആൻസർ ബാക്കി പിന്നെ ഇവിടെയും ഉണ്ട്. പ്രഷർ കൂട്ടണം, ടെമ്പറേച്ചർ കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ അതും അങ്ങ് കഴിഞ്ഞു. ഇനി ഹെട്രോജിനസ് ഇക്വിലിബ്രിയവും ഹോമോജിനസ് ഇക്വിലിബ്രിയവും വളരെ സിമ്പിളാണ്, എല്ലാവർക്കും അത് അറിയാവുന്നതാണ്. ഹെട്രോജിനസ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇക്വിലിബ്രിയം, ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഇക്വിലിബ്രിയം മിക്സ്ചറാണ്. അതിലുള്ളവരൊക്കെ എന്താണ്? പല പല സ്റ്റേറ്റിലാണ്. കാൽഷ്യം കാർബണേറ്റ് കല്ല് പോലെ സോളിഡാണ്. കാൽഷ്യം ഓക്സൈഡും എന്താണ്? സോളിഡാണ്. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? ഗ്യാസ് ആണ്. അപ്പം ഇവിടെ ഡിഫറെൻറ്റ് ഫേസിലാണ് ഇക്വിലിബ്രിയം മിക്സ്ചേഴ്സ് അതിനകത്തുള്ളത്. റിയാക്റ്റൻസ്, പ്രോഡക്ട്സ് ഒക്കെ എന്താണ്? പല പല ഫേസിലാണ്. അപ്പം അത് ഹെട്രോജിനസ് ആണ്. അത് വളരെ സിമ്പിൾ അല്ലേ? ഇഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ് ഇൻ ഇക്വിലിബ്രിയം മിക്സ്ചർ ആർ ഇൻ ഡിഫറെൻറ്റ് ഫേസസ് സച്ച് ഇക്വിലിബ്രിയം ഈസ് കാൾഡ് ഹെട്രോജിനസ് ഇക്വിലിബ്രിയം. ഓക്കെ അല്ലേ? സോളിഡ് ഗ്യാസ് എല്ലാം സോളിഡ് ആയിരുന്നെങ്കിൽ ഇത് ഹോമോജിനസ് ഇക്വിലിബ്രിയം ആയിരുന്നേനെ. ഇതിപ്പം എന്ത് ഇക്വിലിബ്രിയമാണ്? ഹെട്രോജിനസ് ഇക്വിലിബ്രിയമാണ്. അപ്പം ഇനി ഹെട്രോജിനസ് ഇക്വിലിബ്രിയമാണ് അതിനകത്ത്. ഇനി ഇത് ഏത് ഇക്വിലിബ്രിയമാണെന്ന് ചോദിച്ചാൽ ഇതേതാണ്? നൈട്രജൻ എന്താണ്? ഗ്യാസ് ആണ്. ഹൈഡ്രജൻ എന്താണ്? ഗ്യാസ് ആണ്. അങ്ങനെ ഉണ്ടാകുന്ന അമോണിയയും എന്താണ്? ഗ്യാസ് ആണ്. അപ്പം ഇതെല്ലാവരും എന്താണ്? റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ്, പ്രവർത്തിക്കുന്നവരും ഉണ്ടാകുന്നവരും ഒക്കെ ഏത് ഫേസിലാണ്? ഗ്യാഷ്യസ് ഫേസിലാണ്. സോ ഇതുകൊണ്ട് തന്നെ ഇവരെല്ലാം സെയിം ഫേസിലാണ്. സോ ദിസ് ഇക്വിലിബ്രിയം ഈസ് കാൾഡ് ഹോമോജിനസ് ഇക്വിലിബ്രിയം. ഓക്കെ അല്ലേ? ഒരുപോലെയാണെങ്കിൽ ഹോമോ, വ്യത്യസ്തമാണെങ്കിൽ ഹെട്രോ. അത്രയും. അപ്പം ഇതിനകത്ത് അതും നമ്മളതിനകത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇതങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. വാട്ട് ഈസ് മീൻ ബൈ ഹെറ്ററോജിനിയസ് ഇക്വിലിബ്രിയം? ഗിവ് എൻ എക്സാമ്പിൾ. ഇനി ഇതിനകത്ത് 5 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്നതല്ല, ലേറ്റസ്റ്റ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെയ്യാം. പിന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ ലൂയിസ് ആസിഡ്? എന്താണ് ലൂയിസ് ആസിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. BF3 ആണ് നിങ്ങൾക്ക് ചോദിക്കുന്നതിൽ ലൂയിസ് ആസിഡ് കാറ്റഗറിയിൽ ഉണ്ടാവുക. BF3. ലൂയിസ് ബേസ് ചോദിക്കാറുണ്ട്, അത് NH3 ആണ്. അപ്പം നിങ്ങൾക്ക് ലൂയിസ് ആസിഡും ലൂയിസ് ബേസും എക്സാമ്പിൾ നിങ്ങൾ പഠിക്കുക. BF3ക്ക് എന്താണ്? ഇലക്ട്രോൺ കുറവാണ്. അപ്പം ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ, ഇലക്ട്രോൺ കുറവാണെങ്കിൽ അവർ ലൂയിസ് ആസിഡാണ്. അമോണിയക്ക് ഇലക്ട്രോൺ എന്താണ്? കൂടുതലാണ്. കാരണം അമോണിയ നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ 2 ഇലക്ട്രോൺ ഇവിടെ ഫ്രീ ആണ്. അമോണിയയുടെ കേസ് നമ്മൾ അങ്ങനെയല്ലേ വരയ്ക്കാറ്. അപ്പോൾ അമോണിയയുടെ അടുത്ത് എന്തുണ്ട്? ഇലക്ട്രോണുകൾ സംഭാവന കൊടുക്കാൻ, ദാനം ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരാണ് ബേസുകൾ എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ടുകളാണ് എന്ത്? ബേസുകൾ, ലൂയിസ് ബേസുകൾ. BF3ക്ക് എന്താണ്? ഇലക്ട്രോൺ കുറവാണ്. കാരണം ബോറോണിൻ്റെ ചുറ്റും എന്താണ്? BF3 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെയാണ് കോംബോ. BF3 ഇങ്ങനെയാണ്. നമ്മൾ BF3യുടെ സ്ട്രക്ചറൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട്. ബോറോൺ, ഫ്ലൂറിൻ,
അപ്പോൾ ഈ BF3യുടെ അടുത്ത് നോക്കൂ, 1 2 3 4 5 6, ഇവിടെ 6 ഇലക്ട്രോണുകളേ ഉള്ളൂ. അപ്പോൾ ആക്ച്വലി 8 എണ്ണം വേണം. അപ്പം ബോറോൺ ആഗ്രഹം 8 എണ്ണമാണ്, പക്ഷേ അവിടെ 6 എണ്ണം ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഇലക്ട്രോൺ കുറവാണ്. സോ അത് ലൂയിസ് ആസിഡാണ്. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് കോമ്പൗണ്ടുകളാണ് എന്ത്, ലൂയിസ് ആസിഡ് എന്ന് വിളിക്കുക. ഇലക്ട്രോൺ കുറവാണ്. നോക്കുമ്പോൾ ബോറോണിൻ്റെ ചുറ്റും എത്ര ഇലക്ട്രോൺ വേണം, 8 ഇലക്ട്രോൺ വേണം ഒരാറ്റത്തിൻ്റെ ചുറ്റും. അപ്പോഴാണ് ഇതിനകത്ത് അപ്പോൾ ഇവിടെ 8 എണ്ണം ഇല്ല, 1 2 3 4 5 6. അപ്പോൾ ഇലക്ട്രോൺ കുറവാണ്. ഇലക്ട്രോൺ കുറവുണ്ടെങ്കിൽ അതെന്താണ്, ലൂയിസ് ആസിഡാണ്. അമോണിയയിൽ എന്താണ്, അമോണിയയുടെ ചുറ്റും ഇലക്ട്രോണുകൾ ഫ്രീ ഇലക്ട്രോണുകളുണ്ട്. അതുകൊണ്ട് തന്നെ അമോണിയ എന്താണ്, ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ടാണ്. അതുകൊണ്ട് അമോണിയ എന്താണ്, ബേസ് ആണ്, ലൂയിസ് ബേസ്. അപ്പം ഇത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായില്ലേ? അപ്പം അമോണിയയും BF3യും അതാണ് സംഗതി. ഇനി അതിനകത്ത് അടുത്ത ഒരു കാര്യം എന്ന് പറയുമ്പം കോമൺ അയോൺ എഫക്റ്റ് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്താണ്? അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 5 സ്റ്റാർ കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ? എന്താണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ? ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പറയുന്നത്, നിങ്ങൾ സന്തുലിതാവസ്ഥയിലിരിക്കുന്ന, സമാധാനത്തിലിരിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ അതിനെ എന്തെങ്കിലും മാറ്റം വരുത്താൻ നോക്കിയാൽ സിസ്റ്റം ആ മാറ്റത്തെ എന്ത് ചെയ്യും, എതിർക്കും. സിസ്റ്റം റീ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് നിങ്ങൾ നടത്തിയ മാറ്റത്തെ ഇല്ലാതാക്കാൻ നോക്കും. മനസ്സിലായില്ലേ? അതാണ് ലേ ഷാറ്റ്ലിയർ പറഞ്ഞത്. അപ്പം നിങ്ങൾ സമാധാനപരമായിരിക്കുന്ന ഒരാളെ പോയിട്ട് ചൊറിയാൻ നോക്കിക്കഴിഞ്ഞാൽ അയാൾക്കത് ഇഷ്ടപ്പെടില്ല. അയാൾ എന്ത് ചെയ്യും, അയാൾ നിങ്ങളുണ്ടാക്കിയ ആ മാറ്റത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അയാൾ ഇതിനെ ശ്രമിക്കും. അപ്പോൾ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ചേഞ്ച് ഇൻ എനി ഓഫ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമിൻ ദ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഓഫ് എ സിസ്റ്റം, ഒരു സിസ്റ്റത്തിൻ്റെ സന്തുലിതാവസ്ഥ തീരുമാനിക്കുന്ന ഘടകങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ശ്രമിച്ചാൽ ദ സിസ്റ്റം വിൽ ട്രൈ ടു റീ അഡ്ജസ്റ്റ്, അതെന്ത് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇൻ സച്ച് എ വേ സോ ആസ് ടു റെഡ്യൂസ് ദ എഫക്റ്റ് ഓഫ് ദാറ്റ് ചേഞ്ച്, ആ ചേഞ്ച് കാരണം ഉണ്ടായ എഫക്റ്റിനെ കുറക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സിസ്റ്റം റീ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തും. അപ്പം അതാണ്. അപ്പം നിങ്ങൾ അതിനകത്ത് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പം അതിനകത്ത് നിങ്ങൾക്ക് പറയാം, ചേഞ്ച് ഇൻ എനി ഓഫ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമിൻ ദ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഓഫ് എ സിസ്റ്റം വിൽ റെസിസ്റ്റ് ദ ചേഞ്ച്. മനസ്സിലായില്ലേ? സിസ്റ്റം വിൽ ട്രൈ ടു റീ അഡ്ജസ്റ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ടു റെസിസ്റ്റ് ദ, അല്ലെങ്കിൽ ടു റെഡ്യൂസ് ദ എഫക്റ്റ് ഓഫ് ദാറ്റ് ചേഞ്ച്. അപ്പം ഇതാണ് അതിനകത്ത് ബെറ്റർ എന്ന് പറയുന്നത്. അതിനകത്ത് നിങ്ങൾ മലയാളത്തിൽ എഴുതാൻ ഇങ്ങനെ പറഞ്ഞാലും മതി, എന്നിട്ട് നിങ്ങളുടെ ഇംഗ്ലീഷിലോട്ട് മാറ്റിയാലും മതി. സന്തുലിതാവസ്ഥയിലിരിക്കുന്ന ഒരു ഇക്വിലിബ്രിയം മിക്സ്ചറിലെ ഫാക്ടേഴ്സിനെ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചാൽ സിസ്റ്റം റീ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ മാറ്റത്തെ കുറയ്ക്കാനാണ് നോക്കുക. മനസ്സിലായില്ലേ? സിസ്റ്റം വിൽ റീ അഡ്ജസ്റ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ടു റെഡ്യൂസ് ദ എഫക്റ്റ് ഓഫ് ദാറ്റ് ചേഞ്ച്. ആ മാറ്റം, അതിൻ്റെ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റം എന്ത് ചെയ്യും, റീ അഡ്ജസ്റ്റ് ചെയ്യും എന്ന് പറയുന്ന തിയറിയാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. അപ്പം നിങ്ങൾ ചൂട് കൂട്ടിയാൽ സിസ്റ്റം ചൂട് കുറയ്ക്കാൻ ശ്രമിക്കും. അപ്പോൾ മുന്നിൽ ചൂട് കൂട്ടുമ്പം അതിനകത്ത് അമോണിയയുടെ കേസിൽ മുന്നിൽ ചൂട് കൂടുതലാണ്. അപ്പം നിങ്ങൾ ചൂട് കുറച്ചാൽ മുന്നിലേക്ക് നടക്കും, ചൂട് കൂട്ടാൻ ശ്രമിക്കും. ചൂട് കൂട്ടിയാലോ ബാക്കിലേക്ക് നടക്കും. അപ്പം ഇതാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. അപ്പോൾ ഒന്നുമില്ല, സന്തുലിതാവസ്ഥയിലിരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ശ്രമിച്ചാൽ സിസ്റ്റം ആ മാറ്റത്തെ എതിർക്കും. ഇനി കോമൺ അയോൺ ഇഫക്റ്റ് എന്താണ്? ഇറ്റ് ഈസ് ദ സപ്രഷൻ ഓഫ് ഡിസോസിയേഷൻ ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ബൈ അഡിഷൻ ഓഫ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കണ്ടെയ്നിങ് കോമൺ അയോൺ എന്ന് പറയുന്ന സംഭവമാണ് പലർക്കും അങ്ങോട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് എന്നുള്ള സംഭവം. അപ്പം അതിനകത്ത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സുർക്ക, വിനഗിരി, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള വിനാഗിരി, ഇതെന്താണ്, ഇതൊരു വീക്ക് ആസിഡാണ്. അപ്പോൾ ഇതെന്താണ്, ഇതൊരു വീക്കായിട്ടുള്ള ആസിഡാണ്. ആസിഡ് എന്ന് പറഞ്ഞാൽ അതിലെ H+ എപ്പോഴും എന്ത് ചെയ്യും, ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ ഇതൊരു വീക്ക് ആസിഡാണ്. ഇതിപ്പോൾ ഇവിടെ 100 എണ്ണം ഉണ്ടെങ്കിൽ വളരെ കുറച്ചേ ഇങ്ങനെ വിഘടിക്കുള്ളൂ. ഭൂരിഭാഗവും ഇങ്ങനെ തന്നെ നിൽക്കും. ഒരു 98 ആളും ഇങ്ങനെ തന്നെ നിൽക്കും. അപ്പം ഇവരെന്ത് ചെയ്യുന്നില്ല, ഇങ്ങോട്ട് വിഘടിക്കുന്നില്ല. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങോട്ട് വിഘടിക്കുന്നില്ല. ഇവർ വീക്കായിട്ടുള്ള ഒരു ആസിഡാണ്, H+ അധികം കൊടുക്കൂല. ഇവർ 100, ഇപ്പം വിനഗിരിയുടെ 100 ആളുകളുണ്ടെങ്കിൽ അതിലൊരു 1 2 ആളുകളൊക്കെ ഇങ്ങനെ മുറിയുള്ളൂ. H+ അധികം അവർ കൊടുക്കൂല, അവരിങ്ങനെ തന്നെ നിൽക്കുക. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇതിൻ്റെ ഒരു സാൾട്ട് കൊണ്ടുവരികയാണ്. COON, ഇതിൻ്റെ ഒരു സാൾട്ട്. സോഡിയം ചേർക്കാൻ, ഹൈഡ്രജനെ മാറ്റി അവിടെ സോഡിയത്തിനെ പ്ലേസ് ചെയ്തു.
അപ്പം എന്താ സംഭവിക്കാന്നറിയോ, സാൾട്ട് ആയി കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് അങ്ങ് മുറിയും, മനസ്സിലായില്ലേ? അപ്പം ഇത് ഫുള്ള് ഇത് ആൾമോസ്റ്റ് 100 ആളുണ്ടെങ്കിൽ 100 ആളും ഇങ്ങനെ മുറിഞ്ഞു പോകും, മനസ്സിലായില്ലേ? അപ്പം 100 CH3CO- ഉണ്ടാവും, 100 Na+ ഉണ്ടാവും. അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ ഇതിപ്പോൾ ഒരു സിസ്റ്റമാണ്. ഇതെന്താണ്? ഇതൊരു സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിൽ എന്ത് ചെയ്തു? നേരത്തെ ഇയാൾ എന്തായിരുന്നു? കുറവായിരുന്നു. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്തു? കോമൺ അയോണുള്ള ഒരു സാൾട്ടിൽ ആഡ് ചെയ്തപ്പോൾ അവിടെ ആ അയോൺ എന്ത് ചെയ്തു? വല്ലാണ്ട് അങ്ങ് കൂടി. അപ്പം ഇത് കൂടിയത് സിസ്റ്റത്തിന് എന്താവില്ല? ഇഷ്ടപ്പെടില്ല. അപ്പോൾ സിസ്റ്റം എന്ത് ശ്രമിക്കും? സിസ്റ്റം കുറയ്ക്കാൻ വേണ്ടി നോക്കും. ഈ അയോൺ വല്ലാണ്ട് കൂടിയില്ലേ ഇപ്പം. അപ്പം ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ വിഘടിച്ച 98-ൽ 2 ആളിങ്ങനെ മുറിഞ്ഞിരുന്നല്ലോ, ആ 2 ആളും തിരിച്ചെന്താവും? ഇങ്ങോട്ട് തന്നെ ആവും. അതായത് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷനെ നമ്മൾ എന്താണ്? ഇല്ലാണ്ടാക്കുകയാണ് ഒരു കോമൺ അയോണിനെ ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ ഓൾറെഡി ഇവർ 98 ആളും ഇങ്ങനെ തന്നെയായിരുന്നു. ഒരു 2 ആളും കണ്ട് ഇങ്ങനെ മുറിഞ്ഞ് വിഘടിച്ചിട്ടുള്ളൂ. നമ്മൾ എന്ത് ചെയ്തു? ആ വിഘടിച്ചത് കൂടി എന്താക്കി? ഇല്ലാണ്ടാക്കി. എന്ത് ചെയ്തു? അങ്ങോട്ട് നല്ലോണം അങ്ങോട്ടാണ് വിഘടിപ്പിച്ചു കൊടുത്തു, മനസ്സിലായില്ലേ? അപ്പോൾ സിസ്റ്റത്തിന് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. സിസ്റ്റം എന്ത് ചെയ്തു? സിസ്റ്റം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഘടിച്ച കുറച്ച് ആളുകളുണ്ടല്ലോ, അവരെ തിരിച്ച് അങ്ങോട്ട് തന്നെ മാറ്റി. ഇവിടെ മാറ്റാൻ പറ്റില്ല, ഇവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻ ഇല്ല. ഇതാണ് ബാക്ക്വേർഡിൽ നടക്കുക. അപ്പോൾ ഈ സിസ്റ്റത്തിന് ഇങ്ങോട്ടേ മാറ്റാൻ പറ്റുള്ളൂ. ഇവിടെ ഇത് വിഘടിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇവരെ തിരിച്ച് ഇങ്ങോട്ടാക്കാൻ പറ്റില്ല. അപ്പം ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇതാണ് കോമൺ അയോൺ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിസ്റ്റത്തിനെ നിങ്ങൾ ദേഷ്യം പിടിപ്പിച്ചു എന്നുള്ളതാണ്. അതായത് സിസ്റ്റം ഇതാണ് CH3COOH. ഇതെന്താവാണ്? ഇതിങ്ങനെ മുറിയും. ഇതിപ്പോൾ 100 വിനഗിരിയുടെ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അതിൽ ഭൂരിഭാഗം ഇങ്ങനെ തന്നെ നിൽക്കുക, മുറിയൂല. അതിൽ 1 or 2 ആളുകളൊക്കെയാണ് എന്ത് ചെയ്യുക? ഇങ്ങനെ മുറിഞ്ഞിട്ട് ഇങ്ങനെ ആയി മാറുക, CH3COO- H+ ആയി മാറുക. അപ്പോൾ ഓൾറെഡി ഒരു 2 ആളൊക്കെ ഇങ്ങനെ മുറിഞ്ഞിട്ടുള്ളൂ എന്ന് വിചാരിച്ചോളൂ. നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിസ്റ്റത്തിനെ എന്ത് ചെയ്തു? നമ്മളിവിടെ ഒരു സാൾട്ടിനെ അങ്ങോട്ട് കൊണ്ടുവന്നു, ഹൈഡ്രജനെ മാറ്റിയിട്ട് സാൾട്ടിനെ കൊണ്ടുവന്നു. ഈ സാൾട്ടിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇനി എന്താ സംഭവിക്കാന്നറിയോ? സാൾട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മുറിയും. 100 സാൾട്ട് എടുത്താൽ 100ഉം അങ്ങോട്ട് മുറിയും. സാൾട്ട് ഭയങ്കര ഡിസോസിയേഷനാണ്, മുറിഞ്ഞങ്ങ് പോകും. അപ്പം Na+ 2 മാറി. അപ്പം ഇവിടെ എന്ത് സംഭവിച്ചു? നേരത്തെ 2 അയോണുകളല്ലേ, ഇപ്പം 100 അയോണുകളായി മാറിയില്ലേ? കോമൺ ആയിട്ടുള്ള ഒരു അയോണിനെ നമ്മൾ അങ്ങോട്ട് ഇറക്കി കളിച്ചില്ലേ? അപ്പം ഇവൻ്റെ ഈ മടി കാരണം ഇവിടെ അയോൺ ഉണ്ടാവുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു അയോണിനെ അങ്ങ് പമ്പ് ചെയ്ത് അങ്ങ് കൊടുത്തു. അപ്പം സിസ്റ്റത്തിന് ഇതങ്ങ് പറ്റുമോ? സിസ്റ്റത്തിന് ഇത് പറ്റിയില്ല. സിസ്റ്റം പറഞ്ഞു ഇവിടെ അയോൺ കൂടിയിട്ടുണ്ട്, ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഈ വിഘടിച്ച ആളുകളും കൂടി എന്തായി? തിരിച്ച് ഇങ്ങോട്ട് തന്നെ ആയിട്ട് ഇവർ വീണ്ടും 100ആയി. വിഘടിച്ച അതിൻ്റെ വിഘടനം കൂടി ഇല്ലാണ്ടായി. സിസ്റ്റം ഇതിനെ എതിർത്തു. അപ്പോൾ എന്തുകൊണ്ടാണ്? നിങ്ങളൊരു കോമൺ ആയിട്ടുള്ള ഒരു അയോൺ ഇട്ട് കൊടുത്തപ്പോൾ ഇവിടെ ആ അയോണ് കൂടിയപ്പോൾ സിസ്റ്റത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. സിസ്റ്റം അതിനെ എതിർത്തിട്ട് സിസ്റ്റം ആ വിഘടിച്ച 2 ആളുണ്ട്. സിസ്റ്റത്തിന് ഇവിടെ ബാക്കോട്ട് നടത്താൻ പറ്റില്ല, കാരണം ഇത് ഒരു സൈഡിലേക്കേ നടക്കുന്നുള്ളൂ. അപ്പോൾ സിസ്റ്റത്തിന് ഇനി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇവിടെ മുന്നിലും ബാക്കും നടക്കും. അപ്പോൾ ഈ വിഘടിച്ച ആളുകളെ സിസ്റ്റം എന്താക്കിയെന്ന് അറിയാം? തിരിച്ച് അങ്ങോട്ട് തന്നെ ആക്കി. അപ്പം ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ വിഘടനത്തെ നമ്മൾ എന്ത് ചെയ്തു? കോമൺ അയോൺ ഇട്ടെടുത്തത് കാരണം നമ്മൾ തടഞ്ഞു. ഇപ്പം ഇത് വിഘടിക്കുന്നില്ല, വിഘടനം തടഞ്ഞു. ഓൾറെഡി അത് കുറച്ച് വിഘടിച്ചതുള്ളൂ, നമ്മളിത് ഇട്ടെടുത്തത് കാരണം സിസ്റ്റം ആ വിഘടിച്ചതിനും കൂടി എന്താക്കി? വിഘടനം ഇല്ലാണ്ടാക്കി. പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായെങ്കിൽ ലൈക്ക് അടിച്ച്, മനസ്സിലായില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ച്. മനസ്സിലായെങ്കിൽ ലൈക്ക് അടിക്കുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക്. കമോൺ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെ 100 ആസിഡ് അതിൽ ആകെ 2 ആളെങ്ങാണ്ട് മുറിഞ്ഞിട്ടുള്ളൂ. അതായത് അയോണുകൾ കുറവാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ സാൾട്ടിനെ അങ്ങ് ഇറക്കി ആ മിക്സറിൽ, അതിലേക്ക്, ആ സിസ്റ്റത്തിലേക്ക്. സാൾട്ടാണെങ്കിലോ ഭയങ്കരമായിട്ട് മുറിയും, നല്ലോണം അയോണുകൾ അങ്ങോട്ടുണ്ടായി. അപ്പം ഇത് സിസ്റ്റത്തിന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നേ. സിസ്റ്റം ഇവിടെ മടി പിടിച്ച് ഇതിനകത്ത് മുറിയാൻ സമ്മതിക്കുന്നില്ല. ആകെ 100 ആസിഡിൽ 2 ആളുകളെ മുറിഞ്ഞിട്ടുള്ളൂ. സിസ്റ്റത്തിന് അങ്ങനെ ഇഷ്ടമല്ല. നിങ്ങൾ എന്ത് ചെയ്തു? അതിലേക്ക് ഒരുപാട് അയോൺ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്തു? സിസ്റ്റം പറഞ്ഞു ഇത് ശരിയാവില്ല, ഞാൻ ഈ മുറിഞ്ഞല്ലോ ഇവിടെ 2 എണ്ണം, ഇതിനെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ
മുറിഞ്ഞതും കൂടി, കാരണം ഇവിടെ അയോൺ കൂടിയില്ലേ, സിസ്റ്റം അയോൺ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവരെ അങ്ങോട്ട് തന്നെ ആക്കി. മനസ്സിലായോ? അപ്പം ഇതാണ് കോമൺ അയോൺ എഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോലൈറ്റ് മുറിയുന്നത് തടയുകയാണ് നമ്മൾ എന്ത് ചെയ്യാണ്? സപ്രഷൻ തടയുകയാണ്. സപ്രഷൻ ഓഫ് ഡിസോസിയേഷൻ ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ്. ഇത് ഓൾറെഡി ഇതൊരു വീക്കാണ്. ഇത് 1-2 ആളുകളാണ് ഇങ്ങനെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ എന്ത് ചെയ്തു? ഒരുപാട് അയോൺ അങ്ങോട്ട് പമ്പ് ചെയ്തു. ആ കോമൺ അയോണിനെ വേറെ ഒരാളെ ഇറക്കിയിട്ട് ആ അയോൺ അങ്ങോട്ട് സിസ്റ്റത്തിലേക്ക് അങ്ങ് പമ്പ് ചെയ്തു. സിസ്റ്റം എന്ത് ചെയ്തു? അപ്പം മുറിഞ്ഞത് ഇല്ലാണ്ടാക്കാം, തിരിച്ച് അങ്ങോട്ട് തന്നെ ആക്കി. അപ്പം ആൾറെഡി 2 എങ്ങാണ്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ആ 2 തിരിച്ച് അങ്ങോട്ട് തന്നെ പോയി. അതായത് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷൻ എന്തായി? കുറഞ്ഞു. ബൈ പമ്പിങ് എ കോമൺ അയോൺ. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഒരു കോമൺ അയോണിനെ ചേർത്ത് കൊടുത്തിട്ട്. പറഞ്ഞത് മനസ്സിലായോ? അപ്പം ഇതാണ് കോമൺ അയോൺ എഫക്റ്റ് എന്ന് പറയുന്നത്. കോമൺ അയോൺ എഫക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് സംഭവം. അപ്പം ഇതാണ്. അപ്പം എന്താണ് കോമൺ അയോൺ എഫക്റ്റ്? ഇറ്റ് ഈസ് എ സപ്രഷൻ. അത് തടയുകയാണ്. ഡിസോസിയേഷൻ ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ്. ഒരു ഇലക്ട്രോലൈറ്റ് മുറിയുന്നത് നമ്മൾ തടയുകയാണ്. എങ്ങനെ? ബൈ ദ അഡീഷൻ ഓഫ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കണ്ടെയ്നിങ് കോമൺ അയോൺ. നന്നായിട്ട് മുറിയുന്ന ഒരു കോമൺ അയോണുള്ള ഒരു ഇലക്ട്രോലൈറ്റിന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് മുറിയുന്ന ആളുടെ ആ ഒരു മുറിയൽ വീണ്ടും കുറയ്ക്കുകയാണ് നമ്മൾ. മനസ്സിലായില്ലേ? അപ്പോൾ ഇറ്റ് ഈസ് ദ സപ്രഷൻ ഓഫ് ഡിസോസിയേഷൻ. മുറിയുന്നത് നമ്മൾ തടയുകയാണ്. എങ്ങനെ? ബൈ ദ അഡീഷൻ ഓഫ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കണ്ടെയ്നിങ് കോമൺ അയോൺ. ഇതേപോലുള്ള അയോണുള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്തിട്ട്, അപ്പം ഇത് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്, ഇതിൻ്റെ മുറിയൽ നമ്മൾ തടഞ്ഞു. ഇത് ഇങ്ങോട്ട് തന്നെ നടന്നു. അപ്പം മുറിയുന്നത് ഓൾറെഡി അത് കുറച്ചേ മുറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ, പെട്ടെന്ന് മുറിയുന്ന സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്തിട്ട്, കോമൺ അയോണുള്ള ഇലക്ട്രോണിനെ ആഡ് ചെയ്തിട്ട്, അയോണിനെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുറിച്ചിൽ തിരിച്ച് അങ്ങോട്ട് തന്നെ ആക്കി, തടഞ്ഞു. അപ്പോൾ ഇറ്റ് ഈസ് എ സപ്രഷൻ, തടയലാണ്. എന്ത്? മുറിയുന്നത്. ഡിസോസിയേഷൻ ഓഫ് ആരുടെ? ഇതിൻ്റെ വീക്ക് ഇലക്ട്രോലൈറ്റ്. എങ്ങനെ? ബൈ അഡീഷൻ ഓഫ് എ സാൾട്ട്, ബൈ അഡീഷൻ ഓഫ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കണ്ടെയ്നിങ് കോമൺ അയോൺ. ഇതാണ് കോമൺ അയോൺ എഫക്റ്റ്. മനസ്സിലായോ? അപ്പം ഇതൊക്കെ അങ്ങോട്ടേക്ക് എഴുതണം. അപ്പം ഇറ്റ് ഈസ് എ സപ്രഷൻ. അപ്പം നിങ്ങൾ എഴുതിയാൽ മതി, പെട്ടെന്ന് മുറിയുന്ന ഒരു ഇലക്ട്രോലൈറ്റിനെ ചേർത്ത് കൊടുത്തിട്ട്. അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൂ. ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ, കോമൺ അയോൺ എഫക്റ്റ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വൺ ഓഫ് ദ എന്താ പറയുക എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇനി നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലെങ്കിൽ കോമൺ അയോൺ എഫക്റ്റ് ആകെ ഇത്ര പഠിച്ചാൽ മതി. കോമൺ അയോൺ എഫക്റ്റ് ഈ ഒരു എക്സാമ്പിൾ അങ്ങോട്ട് എഴുതാം. CH3COOH എന്താണ്? ഇങ്ങനെ 2 ആക്കി മാറ്റുക. CH3COO മൈനസും +H+ ആക്കി മാറ്റുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ആ ഹൈഡ്രജൻ അവിടെ നിന്ന് മാറ്റിയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള സോഡിയത്തിനെ കൊണ്ടുവരുമ്പോൾ അത് നല്ലോണം അങ്ങ് മുറിയും. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ ഇതിനകത്ത് നല്ലോണം അങ്ങോട്ട് എന്ത് ചെയ്യും? മുറിയും. അപ്പം നിങ്ങൾ പറയുക, ഇനി റിയാക്ഷൻ ഇപ്പോൾ ഇങ്ങോട്ടേക്കാണ് നടക്കുക? ബാക്ക്വേർഡിലോട്ടാണ്. എന്ന് പറഞ്ഞാൽ മുറിച്ചൽ കുറയും. ഇവർ കൂടിയില്ലേ? ഇത് കൂടിയില്ലേ? ഒരു അളവ് കൂട്ടിയാൽ സിസ്റ്റം എന്താ ശ്രമിക്കുക? ഇതിൻ്റെ അളവ് കുറയ്ക്കാൻ. ഇതിൻ്റെ അളവ് കുറയ്ക്കണമെങ്കിൽ എങ്ങോട്ട് നടക്കണം? ബാക്ക്വേർഡിലോട്ട് നടക്കണം. അപ്പോൾ നമ്മളിവിടെ ചേർത്ത് കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ബാക്ക്വേർഡിലോട്ട് നടന്നത്. അപ്പം ഡിസോസിയേഷൻ കുറഞ്ഞു, ഇവർ അസോസിയേഷൻ ഇവിടെ ചേർന്ന് നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ എന്തുകൊണ്ടാണ്? നമ്മൾ കോമൺ അയോൺ ചേർത്തുകൊണ്ട്. അപ്പോൾ ഒരു കോമൺ അയോണിനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. മനസ്സിലായോ? കൂട്ടിയാൽ സിസ്റ്റം കുറയ്ക്കാൻ നോക്കും. ഓക്കെ അല്ലേ? നിങ്ങൾ ഇതിൻ്റെ അളവ് കൂട്ടിയാൽ ഇങ്ങോട്ട് നടക്കും. അപ്പോൾ ഇതങ്ങോട്ട് എഴുതിയാൽ മതി. CH3COO കൂടിയാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. അപ്പോൾ അതും ഒരു കോമൺ അയോണിൻ്റെ നമുക്ക് അതിനെ പറയാൻ പറ്റുന്നതാണ്. ഏറ്റവും നല്ലത് ഇങ്ങനെ എഴുതുന്നതാണ്. ഓക്കെ, അപ്പോൾ എനിവേ ഇതങ്ങോട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇനി അടുത്ത ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ pH സ്കെയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. pH സ്കെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത്. അപ്പം ഡിഫൈൻ pH സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സ്കെയിലാണ്. അതിൽ 0 മുതൽ 16 വരെയുള്ള നമ്പേഴ്സാണ് ഉണ്ടാവുക. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആസിഡിറ്റിയും ആൽക്കലൈനിറ്റിയും അല്ലെങ്കിൽ ബേസിസിറ്റിയും ഒക്കെ എന്ത് ചെയ്യും? ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ pHനെ നിങ്ങൾക്ക് pH സ്കെയിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ന്യൂമറിക്കൽ സ്കെയിൽ ഫ്രം 0 to 14 യൂസ്ഡ് ടു സ്പെസിഫൈ ആസിഡിറ്റി ഓർ ആൽക്കലൈനിറ്റി ഓഫ് എൻ അക്വസ് സൊല്യൂഷൻ. ഒരു വെള്ളത്തിൻ്റെ ഒരു എന്താ പറയുക അക്വസ് സൊല്യൂഷൻ, വെള്ളം അല്ലെങ്കിൽ വാട്ടറുള്ള വെള്ളം ഉള്ള ഒരു സൊല്യൂഷൻ
ഒരു അക്വസ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഈ അക്വസ് സൊല്യൂഷനിൽ ഇപ്പം ഒരു വാട്ടർ ഫോമിലുള്ള സൊല്യൂഷനാണെന്ന് വിചാരിച്ചോളൂ. ഈ സൊല്യൂഷനിൽ പി എച്ച് എന്താണ് 0 മുതൽ 14 വരെയുള്ള ഒരു സ്കെയിൽ ഉണ്ടാകും. ആ സ്കെയിലിൽ നമ്മൾ അത് മെഷർമെൻറ്റ് പറയാൻ നോക്കുന്നതാണ്. അപ്പം ഈ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പി എച്ച് എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലാണ്, അല്ലാണ്ട് അത് സ്കെയിൽ വെച്ച് ഇതിൽ കൊണ്ടുപോയി അളക്കുന്ന സംഭവമല്ല. 0 മുതൽ 14 വരെയുള്ള ഒരു സ്കെയിലാണ്. അതിൽ നമ്മൾക്കിപ്പോൾ 2ലാണ് എന്നുണ്ടെങ്കിൽ ഈ സൊല്യൂഷൻ എന്താണ്? ആസിഡിക് ആണെന്ന് മനസ്സിലാവും. അപ്പം അത് സ്കെയിൽ ഇതിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അറിയില്ല. സ്കെയിൽ വേറെ നോക്കാൻ ഒരു വാല്യൂ ഉള്ള സ്കെയിൽ എന്നാണുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് അറിയണമെങ്കിൽ ഒരുപാട് റിയാക്ഷൻ നടത്തിയിട്ട് ലാബിൽ ആസിഡ് ബേസ് റിയാക്ഷനൊക്കെ നടത്തിയിട്ടാണ് അതിൻ്റെ പി എച്ച് കാര്യങ്ങൾ അതിനകത്ത് നോക്കുക. മനസ്സിലായില്ലേ? അപ്പം അത് വേറെ. എനിവേ പി എച്ച് സ്കെയിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സ്കെയിലാണ്. 0 മുതൽ 14 വരെ അതിൽ നമ്പർ ഉണ്ടാകും. അതെന്തിനാണ് യൂസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ ആസിഡിക് ആണോ ബേസിക് ആണോ എന്ന് നോക്കാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. യൂസ്ഡ് ടു സ്പെസിഫൈ ആസിഡിറ്റി ഓർ ആൽക്കലൈനിറ്റി ഓഫ് ആൻ അക്വസ് സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ എന്താണ്? ആസിഡ് ആണോ, അത് ആൽക്കലൈൻ ആണോ, അല്ലെങ്കിൽ ആസിഡിക് ആണോ ബേസിക് ആണോ എന്നൊക്കെ നോക്കാൻ ഉപയോഗിക്കാം. ഇനി പി എച്ച് എന്താണെന്ന് ചോദിക്കാറുണ്ട്. പി എച്ച് ഈസ് ദ നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ. അപ്പോൾ പി എച്ച് എന്താണ്? പി എച്ച് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ലോഗ് ഓഫ് H+ കോൺസെൻട്രേഷൻ. ഇങ്ങനെ ഇടാം. അപ്പോൾ ഇതാണ് പി എച്ചിൻ്റെ ഡെഫിനിഷൻ. പി എച്ച് എന്താണ്? നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ. ഓക്കെ ആണോ? പി എച്ച് സ്കെയിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സ്കെയിലാണ്. 0 മുതൽ 14 വരെ നമ്പേഴ്സ് ഉണ്ടാകും. അതിലെ നമ്പേഴ്സ് നമുക്ക് നോക്കിയിട്ട് 7ന് താഴേക്കാണെങ്കിൽ അതെന്താണ്? ആ സൊല്യൂഷൻ ആസിഡിക് ആണ്. 7ന് മുകളിലേക്കാണെങ്കിൽ എന്താണ്? ബേസിക് ആണ്. അപ്പോൾ 7 ആണെങ്കിലോ അത് ന്യൂട്രലാണ്. വെള്ളമൊക്കെ എന്താണ്? ആസിഡും അല്ല ബേസും അല്ല, ന്യൂട്രലാണ്. അപ്പം അങ്ങനെയൊക്കെ അതിനകത്ത് നിങ്ങൾക്ക് പി എച്ച് സ്കെയിൽ ചോദിച്ചാൽ പറയാം. പി എച്ച് സ്കെയിൽ ഈസ് എ സ്കെയിൽ യൂസ്ഡ് ടു മെഷർ പി എച്ച്. യൂസ്ഡ് ടു മെഷർ പി എച്ച് എന്നല്ല, പി എച്ച് സ്കെയിൽ ഈസ് എ സ്കെയിൽ ഹാവിങ് നമ്പേഴ്സ് ഫ്രം 0 to 14. 0 മുതൽ 14 വരെയുള്ള നമ്പേഴ്സ് ഉണ്ടാകും. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ടു സ്പെസിഫൈ ആസിഡിറ്റി ഓർ ആൽക്കലൈനിറ്റി ഓഫ് എ സൊല്യൂഷൻ. ഇനി പിന്നെ പറയാം, ഇഫ് പി എച്ച് ഈസ് ലെസ് ദാൻ 7, 7 കുറവാണെങ്കിൽ സൊല്യൂഷൻ ഈസ് ആസിഡിക്. ഇഫ് പി എച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 7, സൊല്യൂഷൻ ഈസ് ബേസിക്. 7ൽ കൂടുതലാണെങ്കിൽ ബേസിക് ആണ്, 7ൽ കുറവാണെങ്കിൽ അത് ആസിഡിക് ആണ്, പുളി ഉണ്ടാകും. മനസ്സിലായില്ലേ? അപ്പം അതൊക്കെയാണ്. പിന്നെ പി എച്ച് എന്താണെന്ന് ചോദിച്ചാൽ നെഗറ്റീവ് ലോഗ് ഓഫ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് അതിനകത്ത് നിങ്ങളത് എന്താ പറയുക, സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഇനി ഇത് എന്താ പറയുക, ഇതൊരു ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. പി കെ തരും, പി കെ ബി തരും, എന്നിട്ടോ പി എച്ച് ചോദിക്കും. അപ്പം ഭയങ്കര സിമ്പിളാണ്. പി എച്ച് ഈസ് ഈക്വൽ ടു 7 + ½ ഇൻറ്റു പി കെ എ മൈനസ് പി കെ ബി എന്നുള്ള ഒരു ഇക്വേഷനാണ്. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ എന്ത് തരും? പി കെ എ എന്ന് പറഞ്ഞിട്ട് ഒരു 4 എന്തെങ്കിലും വാല്യൂ തരും. പി കെ ബി എന്ന് പറഞ്ഞിട്ടോ അതും മറ്റൊരു വാല്യൂ തരും. ഇപ്പോൾ ഇവിടത്തെ തന്നത് പി കെ ബി 4.75 സംതിങ് എന്തോ തന്നു. പി കെ എ അതുപോലെ 4 പോയിന്റ് എന്തോ തന്നു. അപ്പോൾ പി കെ എയും തന്നിട്ടുണ്ട്, പി കെ ബിയും തന്നിട്ടുണ്ട്. ഇനി എന്താ ചോദിച്ചത്? പി എച്ച് ചോദിച്ചു. അപ്പം നിങ്ങൾക്കുള്ള ഇക്വേഷൻ ഇതാണ്. പി എച്ച് ഈസ് ഈക്വൽ ടു 7 + ½ ഇൻറ്റു പി കെ എ മൈനസ് പി കെ ബി. അപ്പം ഇങ്ങനെയാണ് അതിനകത്ത് പി കെ എ പി കെ ബി റിയാക്ഷൻ നിങ്ങൾ ചെയ്യേണ്ടതിൻ്റെ ഇക്വേഷൻ. ഇനി ആ വാല്യൂസ് കൊടുക്കത്രേ ഉള്ളൂ. 7 + ½ ഇൻറ്റു പി കെ എത്രയാ? 4.5 മൈനസ് പി കെ ബി എത്രയാ? പി കെ 4.75 എന്ന് വിചാരിച്ചോളൂ. പി കെ ബി എത്രയാണ്? 4.5 ആണ്. അതെന്ന് വെച്ചാൽ തന്ന വാല്യൂ ചെയ്യുക, കുറയ്ക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് എന്താ തന്നത്? പി എച്ച് ഈസ് ഈക്വൽ ടു 7 + ½ ഇൻറ്റു പി കെ മൈനസ് പി കെ ബി എന്ന് പറഞ്ഞാൽ പി കെ എന്തായിരുന്നു? 4.76, പി കെ ബി എന്തായിരുന്നു? 4.75. അപ്പോൾ 7 + ½ ഇൻറ്റു കാൽക്കുലേറ്റർ ചെയ്യുക, 0.1 എന്ന് കിട്ടും, 0.01. അപ്പോൾ 7 + ½ ഇൻറ്റു 0.01 എന്ന് പറഞ്ഞാൽ 0.005 ആണ്. അപ്പോൾ അത് കിട്ടും. ഇത് ഓക്കെ അല്ലേ? യെസ്. അപ്പം ഇതൊക്കെയാണ് അതിനകത്തുള്ള സംഗതി എന്ന് പറയുന്നത്. അപ്പം പി എച്ച് എന്താണ്, പി കെ എന്താണ്, പി കെ ബി തന്ന പി എച്ച് എന്ത് കാണാൻ? അപ്പോൾ അതൊക്കെ എളുപ്പമാണ്. പി കെ തരും, എന്ത് തരും? പി കെ തരും, പി കെ ബി തരും, എന്നിട്ട് എന്ത് ചോദിക്കും? പി എച്ച് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പി എച്ച് കാണാൻ 7 എന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, +½ ഇൻറ്റു പി കെ എന്ന് എന്ത് ചെയ്യുക? പി കെ ബി അങ്ങ് കുറയ്ക്കുക, പി കെ എന്ന് പി കെ ബി അങ്ങ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം ഇത് നമ്മളിതിനകത്ത് ഫസ്റ്റ് ടൈം ചെയ്ത സമയത്തും ഇക്വേഷനിൽ എന്തെങ്കിലും അതിനകത്ത് എന്തെങ്കിലും അത് തന്നെ തോന്നുന്നു, എനിക്കിനി ഓർമ്മയില്ല. ഓക്കെ, ഇത് ചെയ്തിരിക്കുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, അപ്പം ഇത് അങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം.
പി എച്ച് ഈസ് ഈക്വൽ ടു 7 പ്ലസ് ഹാഫ് പി കെ എ മൈനസ് പി കെ ബി. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ഇത് എളുപ്പമല്ലേ? പി എച്ച് പി കെ ബി തന്നാൽ ഇക്വേഷനിൽ ചുമ്മാ കൊടുക്കാൻ 7 കൂട്ടിയിട്ട് പി കെ എ മൈനസ് പി കെ ബിയുടെ വാല്യൂവിൻ്റെ പകുതി എടുക്കുക. അപ്പം ഇതൊക്കെ വളരെ സിമ്പിളാണ്. പിന്നീട് അതിനകത്ത് വീണ്ടും വാട്ട് ഈസ് ബഫർ സൊല്യൂഷൻ, വി ഗീവ് എക്സാമ്പിൾ ഫോർ ബഫർ എന്നൊക്കെ ഉള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ബ്രൗൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റും അതിനകത്ത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. വാട്ട് ഈസ് ബഫർ സൊല്യൂഷൻ, വാട്ട് ഈസ് കോമൺ അയോൺ ഇഫക്റ്റ്, എക്സാമ്പിൾ ഫോർ അസിഡിക് ബഫർ, പിന്നെ വാട്ട് ഈസ് ഹോമോജിനസ് ഇക്വിലിബ്രിയ. അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇത് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. എല്ലാവരും ഒരേ ഫേസിലാണെങ്കിൽ ഇഫ് ദ റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് ഇൻ ഇക്വിലിബ്രിയം മിക്സ്ചർ ആർ ഇൻ, ഇന്നത്തെ ആരും മെസ്സേജ് ചെയ്താ, ഇഫ് ദ reactants and products in equilibrium mixture are in same phase, such equilibrium is called homogeneous equilibrium. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാം ഇതിനകത്ത്. പിന്നെ ഇനിയിപ്പം ഇതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കെ പി കെ സിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ, പിന്നെ ക്യു സി സംഭവങ്ങൾ, പിന്നെ ഇതിനകത്ത് പിന്നെ എല്ലാം ഇതിനകത്ത് പിന്നെ പി എച്ച് കാണാനുള്ള ഒരു പ്രോബ്ലം ചെയ്യാനുണ്ട്, പിന്നെ അറീനിയസിൻ്റെ കൺസെപ്റ്റ് സംഭവങ്ങൾ, ബാക്കിയൊക്കെ ഇതിനകത്ത് അതിൻ്റെ ഒരു ഡെറിവേഷൻ ഉണ്ടാകും. പി എച്ച് കാണാൻ നമ്മൾ പറഞ്ഞു. പിന്നൊക്കെ സെയിം റിപ്പീറ്റഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും.